ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴവും ശക്തമായി ഇടപെടുന്ന വചനത്തിൻ്റെ ദൂത് ഹൃദയത്തിന് ബലമായി, മനസ്സിന് ഉറപ്പ് നൽകത്തക്ക നിലയിൽ ജീവിതത്തെ തൊടുവാൻ, ജീവിതത്തിൻ്റെ നിലവാരങ്ങൾക്ക് അസാധാരണമായ വിടുതൽ കൽപ്പിക്കുന്ന, അസാധാരണമായ മാറ്റങ്ങൾ വരുത്തുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. യെശയ്യാവിൻ്റെ പുസ്തകം 63 അധ്യായം 12 വാക്യം, തൻ്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കൈങ്കൽ ചെല്ലുമാറാക്കി, തനിക്കൊരു ശാശ്വത നാമം ഉണ്ടാകേണ്ടതിന് അവരുടെ മുമ്പിൽ വെള്ളം വിഭാഗിക്കുകയും അവർ ഇടറാതെ വണ്ണം മരുഭൂമിയിൽ ഒരു കുതിരയെപ്പോലെ അവരെ ആഴങ്ങളിൽ കൂടെ നടത്തുകയും ചെയ്യുന്നവൻ. നമുക്ക് വളരെ പരിചയമുള്ളൊരു തിരുവെടുത്ത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനകത്തുന്ന ആദ്യ ഭാഗത്തെ ആ ദൂത് ആ വചനം ഇടപെടുന്നു. തൻ്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കൈങ്കൽ ചെല്ലുമാറാക്കി. തൻ്റെ മഹത്വമുള്ള ഭുജം, ദൈവത്തിൻ്റെ കരത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ ഭുജത്തെക്കുറിച്ച് വചനം വെളിപ്പെടുത്തുക. മഹത്വമുള്ള ഭുജവാ, മഹത്വമുള്ള ഭുജം. അത് എവിടെ ചെന്നു, എവിടെ അത് വചനം വ്യക്തമാക്കുക. മോശയുടെ വലങ്കൈയുടെ മീതെ കർത്താവിൻ്റെ കരം ഇറങ്ങി വന്നിരിക്കുക. എപ്പോൾ അത് സംഭവിച്ചു എന്ന് വചനം പറയുക. അവർ ചെങ്കടലിൻ്റെ അരികിൽ നിൽക്കുമ്പോൾ വഴിയറിയാതെ, മുമ്പോട്ട് പോകുവാൻ പാതയില്ലാതെ, എന്തു ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത സ്ഥിതിയിൽ, പ്രതിബന്ധം ഏറ്റവും വർദ്ധിച്ചു നിൽക്കുമ്പോൾ, പ്രതികൂലം ഏറ്റവും വർദ്ധിച്ചു നിൽക്കുമ്പോൾ, അതിൻ്റെ നടുവിൽ അവർ ഇടറിപ്പോകാതെ വണ്ണം അവരെ സൂക്ഷിക്കുവാൻ അവർക്ക് വേണ്ടി ദൈവം വഴി തുറന്നത് തൻ്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കൈങ്കൽ വരുമാറാക്കി. ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് ദൈവത്തിൻ്റെ അതിശക്തമായ ദൂത് കർത്താവ് ഇടപെടുക. വഴിയറിയാത്ത നിലയിൽ, പാത അറിയാത്ത നിലയിൽ, ഇനി മുമ്പോട്ട് എങ്ങനെ, എപ്രകാരമെന്ന ഒരു ചോദ്യം ഉയരുന്ന ഈ സമയത്ത് ദൈവത്തിൻ്റെ ആലോചന ഇതാ. മോശയുടെ വലങ്കൈക്ക് ഇറങ്ങി വന്ന് അത്ഭുതം വെളിപ്പെടുത്തിയതുപോലെ ദൈവത്തിൻ്റെ മഹത്വമുള്ള ഭുജം ഇതാ വഴിയില്ലാത്തടത്ത് വഴി ദൈവം തുറക്കാൻ പോവാൻ. ജനം കാണാത്ത വഴി, ജനം ഇന്ന് വരെ നടക്കാത്ത വഴി, ഇതിൽ ഇപ്രകാരം ഒരു അനുഭവം ഉണ്ടോ എന്ന് ചിന്തിക്കാൻ പോലും കഴിയത്തില്ലാത്ത ആ സ്ഥിതിയിൽ ദൈവം അവർ ഇടറിപ്പോകാതിരിക്കുക അത്ഭുതം വെളിപ്പെടുത്തിയതുപോലെ മഹത്വമുള്ള ഭുജം ചില ജീവിതങ്ങൾക്ക് വേണ്ടി ദൈവം അത് വെളിപ്പെടുത്താൻ പോവുക. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂത് വെളിപ്പെടുത്തുന്നു. ആ രോഗമേഖലകളിൽ മഹത്വമുള്ള ഭുജമൊന്ന് തൊടും. ആ ദൈവത്തിൻ്റെ ശക്തിയുള്ള അധികാരമുള്ള കരമൊന്ന് സ്പർശിക്കാൻ പോവുക. അപ്രകാരം ഒരു അത്ഭുത വിടുതൽ ദൈവം വെളിപ്പെടുത്താൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവ് ആഴമായി ദൂത് വെളിപ്പെടുത്തുക. ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് ആ വ്യക്തി പറയുമ്പോൾ, കർത്താവ് മഹത്വമുള്ള ഭുജം കൊണ്ട് ഒന്ന് തൊടുക. അവൻ പൂർണ്ണമായ സൗഖ്യത്തോടെ എഴുന്നേൽക്കുന്നു. ദൈവത്തിൻ്റെ പൈതലേ, മഹത്വമുള്ള ഭുജം തൊടാൻ പോവുക. മോശയുടെ വലങ്കൈക്ക് മീതയിൽ മാത്രമല്ല, വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ജീവിതത്തെ, വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ, വിശ്വസിക്കുന്ന ദൈവത്തിന് വേണ്ടിയുള്ള വഴികളെ സ്പർശിക്കുക. ഇന്നും ആ മഹത്വം പോയിട്ടില്ല. ഇന്നും ആ മഹത്വം കുറഞ്ഞിട്ടില്ല. ഇന്ന് ആഴമായി ദൂത് വിശ്വസിക്കട്ടെ. ദൈവത്തിൻ്റെ വചനമേറ്റെടുക്കട്ടെ. എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഇന്നും സമുദ്രത്തെ, ഇന്നും കടലിനെ വിവാഹിക്കുവാൻ
ഒരുത്തനെന്ന് ആഴമായൊരു പ്രത്യാശ, ആഴമായൊരു വിശ്വാസം. വഴിയില്ലാത്തിടത്ത് എനിക്ക് വേണ്ടി വഴി തുറക്കുക സ്വർഗം മതിയായ ദൈവ. ആ കരത്തിലെ മഹത്വം കുറയത്തില്ല, ആ കരത്തിലെ മഹത്വം കുറഞ്ഞു പോകത്തില്ല, ആ കരത്തിലെ മഹത്വം ലെവലേശം മാറത്തില്ല. ഇന്നും അതുപോലെ തന്നെയായിരിക്കുന്നൊരു ദൈവപ്രവൃത്തി. ദൈവത്തിൻ്റെ വൈതലേ, എൻ്റെ കരം ബലം കുറഞ്ഞിരിക്കുകയാണെങ്കിലും, എൻ്റെ കരം ബലം ക്ഷയിച്ചു പോയിരിക്കുന്ന അനുഭവമാണെങ്കിലും, ഈ കരം കൊണ്ട് ഒന്നും പ്രവർത്തിക്കാൻ പറ്റാതിരിക്കുന്ന ആ തലത്തിലാണെങ്കിലും, മഹത്വമുള്ള ഭുജം ആ ബലഹീനമായ കരത്തിലേക്ക് ഇറങ്ങാൻ പോവുക. ഇതുപോലൊരു അത്ഭുതം ഇന്ന് പകൽ വിദ്യാഭ്യാസം ചെയ്യുന്ന ദൈവത്തിൻ്റെ വൈതലേ, നടക്കത്തില്ല എന്ന് വിധി കൽപ്പിച്ച മണ്ഡലത്തിൽ ആ മഹത്വമുള്ള ഭുജം ഒന്ന് വെളിപ്പെട്ടാൽ മതി. ഇന്ന് അതിശക്തമായി പരിശുദ്ധാത്മാവ് ദൂത് ഇടപെടുക. മഹത്വമുള്ള ഭുജത്തിൻ്റെ അധികാരം കാണാൻ പോവുക, വിടുതൽ കാണാൻ പോവുക, ദൈവപ്രവൃത്തി കാണാൻ പോവുക. ഇടറിപ്പോകാതിരിക്കുക. ദൈവം ചെയ്യേണ്ടതൊക്കെ ചെയ്തു തരും. ഇടറിപ്പോകാതിരിക്കുക. ഏത് പ്രവൃത്തിയാണോ ദൈവം വെളിപ്പെടുത്തേണ്ടത്, ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം അത് തന്നെ കർത്താവ് വെളിപ്പെടുത്തി ജീവിതത്തിൻ്റെ അവസ്ഥയിൽ ഇതാ വഴി തുറക്കുക, വഴി തുറക്കുക. കരയുന്ന ദൈവത്തിൻ്റെ വൈതലേ, പരിശുദ്ധാത്മ അതിശക്തമായി ദൂത് വെളിപ്പെടുത്തുക. വഴി തുറക്കുക. ദൈവം മഹത്വമുള്ള ഭുജം കാണും. ഈ ദിവസങ്ങളിൽ അത് കാണും. ദൈവത്തിൻ്റെ കരം കാണും. ഒരു സാക്ഷ്യം വെളിപ്പെടുത്തുന്ന നിലയിൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങാൻ പോവുക. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരാൻ പോവുക. ശക്തിയുള്ള അധികാരമുള്ള ദൈവത്തിൻ്റെ മഹത്വമുള്ള ഭുജം അതാ എന്നെ താങ്ങുന്നത്. ആ കരം എന്നെ നടത്തുന്നത്. ആ കരം എൻ്റെ ജീവിതത്തിലുള്ള കാലത്തോളം ഞാൻ ഇടറിപ്പോകത്തില്ല, ഞാൻ പിന്മാറത്തില്ല. ആ ഒരു ദൂതിൽ ഇന്ന് പരിശുദ്ധാത്മ ഹൃദയതലങ്ങളിൽ ബലം കൽപ്പിക്കുക, ധൈര്യപ്പെടുത്തുക, ആഴമായി വിശ്വസിക്കട്ടെ. മഹത്വമുള്ള ഭുജം എൻ്റെ കുടുംബത്തിലുണ്ട്, എൻ്റെ ജീവിതത്തിലുണ്ട്, എൻ്റെ വാഗ്ദത്തങ്ങളിലുണ്ട്. ആ കരം മാറത്തില്ല, അത് പ്രവർത്തിക്കും, ചലിക്കും. ആ മേഖല കണ്ട് സന്തോഷിപ്പാൻ ഇടയായിത്തീരും. പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് കേൾപ്പിച്ച ഞങ്ങളുടെ ദൂതനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. ജനത്തെ സഹായിക്കുന്ന അവസ്ഥയിൽ സാഹചര്യം നിങ്ങളുടെ മേൽ കർത്താവേ, ആ മഹത്വമുള്ള ഭുജം തൊടുവാൻ, നീട്ടുവാൻ, പ്രവർത്തിപ്പാൻ ഇടയാകാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഇപ്പോൾ തന്നെ ദൈവത്തിൻ്റെ വിടുതലിറങ്ങട്ടെ, ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങട്ടെ, ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ കരത്തിൻ്റെ ആ വല്ലഭത്വം കാണുവാൻ, ആ ബലം ഒന്ന് അറിയുവാൻ കർത്താവേ, അങ്ങയുടെ നീതിയുടെ ഭുജം തൊട്ട് അത്ഭുതം ചെയ്യുവാൻ പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അനുഗ്രഹമായി തീരട്ടെ കർത്താവ്. അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടത് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.